സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടർബോ 49. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പാണ്. നമ്മുടെ ബലേനെ കുളിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം പേര് അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ പോളോയ്ക്കുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആംബിയൻ ലൈറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ബോക്സിനുള്ളിൽ റിമോട്ട് വരുന്നത് കാണാം. അതായത് ഇത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ ഓൺ ഓഫിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ കളർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കൊടുക്കാവുന്നതാണ്. അതായത് നമുക്ക് മ്യൂസിക്കിനനുസരിച്ചൊക്കെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അപ്പോൾ ഈ രീതിയിൽ 4 LED സ്ട്രിപ്പായിട്ടാണ് വരുന്നത്. 2 ഫ്രണ്ട് ഡാഷ്ബോർഡിന് താഴെ, അതുപോലെ തന്നെ 2 ബാക്ക് സീറ്റിന് താഴെയായിട്ട് വരുന്നത്. ലെങ്ത് ഡിഫറൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു IR കൺട്രോളർ ഒരു ചെറിയ ബോക്സ് പോലെ കൊടുത്തിട്ടുള്ളത് കാണാം. ഈ ഒരു കൺട്രോളറിനുള്ളിലാണ് നമ്മൾ സോക്കറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ആ ഒരു കൺട്രോൾ നമുക്ക് പുറത്തായിട്ട് വെക്കണം, എങ്കിൽ നമുക്ക് ആ റിമോട്ട് വെച്ച് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് വരുന്നതാണ്. അതിനുള്ള ഒരു ഓൺ ഓഫിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇതാ ഈ ഒരു പ്ലഗ് നമുക്ക് ആ ഒരു IR കൺട്രോളിനുള്ളിൽ കണക്ട് ചെയ്തിട്ട് വേണം ഇതിന് പവർ കൊടുക്കാൻ. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാ മുന്നിൽ നമ്മുടെ ബലനോ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പോളോയ്ക്കുള്ളിലാണ്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. ഈ ഡ്രൈവർ സൈഡ് അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ പിന്നിലെ ഈ 2 സീറ്റിന് താഴെയായിട്ടാണ് ഇത് ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലെങ്ത്ത് ചെക്ക് ചെയ്യണം. അതായത് 2 ചെറുതും 2 കുറച്ച് ലോങ് ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്, പിന്നിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ബാക്കിലേക്കും സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഈ 2 നമുക്ക് ഫ്രണ്ട് ഡാഷ്ബോർഡിന് താഴെ കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു IR കൺട്രോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തായി എവിടെയെങ്കിലും കൊടുക്കണം. ഈ ഒരു ബോക്സിന് മുകളിൽ ചെറിയൊരു കേബിൾ വരുന്നുണ്ട്. അതിനുള്ളതാണ് ആ ഒരു റിമോട്ടിൻ്റെ റേഞ്ച് പിടിക്കുന്നത്. നമുക്ക് നേരെ ഇതൊന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഈ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റിലേക്ക് ആ ഒരു പ്ലഗ് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ ഓൺ ഓഫിൻ്റെ സ്വിച്ച് നമുക്ക് വരുന്നുണ്ട്. ഇതാ നമ്മൾ ഓണാക്കുമ്പോൾ 4 നമുക്ക് നന്നായി വർക്ക് ചെയ്യുന്നത് കാണാം. നമുക്ക് ഈ റിമോട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് അതിന് മുകളിൽ തന്നെ സ്വിച്ചിന് മുകളിലും പല കളർ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ കവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ റെഡും ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ പർപ്പിൾ എന്നീ ഷെയ്ഡുകളിലാണിത് വരുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ജമ്പ് 3, ജമ്പ് 2 എന്നൊക്കെ പറഞ്ഞ് സ്വിച്ചുകൾ കാണാം. ഏറ്റവും ടോപ്പിലെ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ടോപ്പിലെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ കുറഞ്ഞ് കഴിയുമ്പോഴും അതൊന്ന് ബ്ലിങ്ക് ചെയ്യും ലാസ്റ്റ്. അതുപോലെ തന്നെ ഈ ജമ്പും മ്യൂസിക്കിൻ്റെ ഒക്കെ തന്നെ സ്വിച്ചുകൾ താഴെ കൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് പയ്യെ മാറാനുള്ള ഇതും അതുപോലെ തന്നെ മ്യൂസിക്കിനോടനുസരിച്ച് മാറാനുള്ള ഒരു ഇതും ആ റിമോട്ടിനുള്ളിൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിമോട്ടിൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ്സ് ഫിക്സ് ചെയ്യാം. ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലാണ് നമുക്കിത് ഫിക്സ് ചെയ്യേണ്ടത്. ജസ്റ്റ് കാണിച്ചു തരാം. അത് നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ആദ്യം തന്നെ ആ ഒരു പോർഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം സ്റ്റിക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് ഈ പോളോയുടെ അടിയിൽ നല്ല ഇതുള്ളൊരു പ്ലാസ്റ്റിക് പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ എയർ കൺട്രോൾ ലെഫ്റ്റ് സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഫ്രണ്ടിലൂടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് വഴിയാണ് നമ്മൾ ആ ഒരു വയർ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. വയർ ബാക്കി വരുന്നത് നന്നായി തന്നെ ടൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ആ ക്ലച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കാല് എപ്പോഴും അങ്ങോട്ട് ഡെഡ് പെഡലിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായി തന്നെ കെട്ടി ടൈ ചെയ്തിരിക്കണം. അപ്പോൾ ഡ്രൈവർ സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ പോയിട്ട് അവിടുത്തെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കേബിളുകളും കാര്യങ്ങളിപ്പം പുറത്ത് കിടക്കുവാണ്. നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ കേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആ സൈഡിൽ കൊടുത്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു ഡാഷ്ബോർഡിൻ്റെ താഴത്തെ ഒരു പ്ലാസ്റ്റിക് ഏരിയയ്ക്കുള്ളിലായി നന്നായി ആ പോർഷനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നത്. കുറച്ചുകൂടെ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് കുറച്ചുകൂടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ആ ലൈറ്റിൻ്റെ ഒരു എടുപ്പ് അത്ര അറിയാൻ സാധിക്കുന്നില്ല. ഈ രീതിയിൽ നമുക്ക് ഈ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആ ഒരു IR കൺട്രോൾ നമ്മൾ ആ ഒരു സെൻട്രൽ കൺസോളിന് അടുത്ത് തന്നെ വെക്കണം. അതിനുള്ളിലാണ് ഇതിൻ്റെ ഒരു റിമോട്ടിൻ്റെ ഒരു റേഞ്ച് കിട്ടുന്നത്. ബാക്ക് സൈഡിലേയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, സോറി.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാക്ക് സൈഡിലെ ഒരു ആംബിയൻസ് ലഭിക്കുന്നത്. 2 സീറ്റിന് താഴെ കുറച്ച് ലൂസായിട്ട് വേണം കൊടുക്കാൻ, കാരണം ഈ സീറ്റ് മുന്നോട്ട് മറക്കുമ്പോൾ ആ ഒരു വയർ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കിടക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇതാ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വയറും കാര്യങ്ങളും നമ്മൾ ആ ഒരു സെൻറ്റർ കൺസോളിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തായിട്ടായിരിക്കും വയറും കാര്യങ്ങളൊന്നും തന്നെ കിടക്കുന്നില്ല. ഈ ഒരു പോർഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂസിക് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് മ്യൂസിക്കിനോടൊപ്പം തന്നെ ആ ഒരു ബീറ്റ് അനുസരിച്ച് ആ ലൈറ്റ് ചേഞ്ച് ആവുന്നത് കാണാം. നമ്മൾ മ്യൂസിക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് ആ ഒരു സൗണ്ട് അത് ട്രാക്ക് ചെയ്തിട്ട് അന്നേരം തന്നെ ആ ഒരു ബീറ്റ് അനുസരിച്ച് നമുക്ക് ലൈറ്റ് ചേഞ്ച് ആവുന്നത് കാണാം. മ്യൂസിക് ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ തന്നെ ആംബിയൻ ലൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. നമ്മൾ ഈ സെയിം ഒരു രീതിയിലുള്ള ആംബിയൻ ലൈറ്റ് ഏകദേശം 1500 തൊട്ട് 2000 രൂപ വരെയാണ് ഷോപ്പുകളിൽ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം ഈ ഒരു ഐറ്റം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പോലും നമുക്ക് എമൗണ്ട് ആവുന്നില്ല. ജസ്റ്റ് ഇത് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രോഡക്റ്റിന് ഏകദേശം റേറ്റ് വരുന്നത് ഓൺലൈനിൽ 370 രൂപയാണ്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഈസിലി മേടിക്കുകയും അതുപോലെ തന്നെ ഈസിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കാറിനുള്ള നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി, ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു തരത്തിലും ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാറ് കണ്ടിട്ടാണ് എൻ്റെ ഫ്രണ്ട് ഈ ഒരു സെയിം സാധനം വേണമെന്ന് പറഞ്ഞതും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനുള്ളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയായിരുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു പേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.